കുട്ടൂസനും ലുട്ടാപ്പിയും പുട്ടാലുവിന്റെ ഗുഹയ്ക്ക് മുന്നിൽ. ഞാൻ ഞാൻ തന്നെ കയറണോ? നിന്റെ അമ്മാവന്റെ ഗുഹയല്ലേ, ധൈര്യമായിട്ട് കയറടാ. അതാ ഒരു ധൈര്യക്കുറവ്. പുട്ടാല് വരുന്നുണ്ടോന്ന് ഞാൻ നോക്കിക്കോളാം, നീ കേറ്. മാന്ത്രിക സാധനം വല്ലതും തടഞ്ഞാ മതിയായിരുന്നു. കിട്ടി, 2 മോതിരം. ഒന്ന് നിനക്കും ഒന്ന് എനിക്കും അല്ലേ? ഹഹ, നമ്മൾ ഓരോന്നെടുത്താൽ പണി കിട്ടും. അതെന്താടാ, ഈ കുറിപ്പിൽ എഴുതിയത് കണ്ടോ? മുട്ടൻ അടിയുണ്ടാക്കുന്ന മോതിരമാ ഇതെന്ന്. ഇത് രണ്ടും ഓപ്പോസിറ്റ് മോതിരമാ. തൊടുന്നവർ തമ്മിൽ പൊരിഞ്ഞ വഴക്കാവും. ഓപ്പോസിറ്റോ? നീല മോതിരം ഒരാളും പച്ച മോതിരം വേറൊരാളും തൊട്ടാൽ അവർ ശത്രുക്കളാവും. വിരലിടണ്ട, ഒന്ന് തൊട്ടാൽ പോലും കുഴപ്പമാകും. ഓ, അതാണല്ലേ രണ്ടും പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. എടാ, ഇത് നമുക്ക് ആ രാജുവിന്റെയും രാധയുടെയും വീട്ടിൽ കൊണ്ടിടാം. ശരിയാ, മോതിരമിട്ടാൽ രണ്ടും അടിച്ച് ചത്തോളും. ഹി ഹി. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തൊട്ടാൽ വഴക്കടിക്കും അല്ലേ? എങ്കിൽ സൂത്രമുണ്ട്. മോതിരം കളയരുത്, റിസ്ക് എടുത്ത് അടിച്ചു മാറ്റിയതാ. പേടിക്കണ്ട, എന്റെ കയ്യിൽ ഇത് സുരക്ഷിത. ഏ, പെട്ടി താനേ തുറന്നു. അയ്യോ, പറന്നു. ഏ, പെട്ടി പറന്നോ? പെട്ടിയല്ല, മോതിരം. ഏ, എന്താടാ ഇത്? മോതിരം തട്ടിക്കളഞ്ഞോ? അയ്യോ, ഞാനല്ല. നീ അല്ലേ, പിന്നെ ആരാ? ഹും, വലത് കയ്യാ. അത് ഇടത് കൈ എന്റെ ശത്രുവായി. അയ്യോ, ദേ, ഇടത് കൈ തിരിച്ചടിച്ചു. ബെസ്റ്റ്, മറ്റേ മോതിരവും പോയി. അമ്മേ, വലത് കൈ ഇടത് കൈയുടെ കഴുത്തിന് പിടിച്ചു. കയ്യിന് കഴുത്തോ? ഇടത് കൈ കുതറി മാറി. അയ്യോ, മാറല്ലേ. ഹാവ്, വലത് കൈ പിടിവിട്ട് കുന്തത്തിൽ പിടിച്ചു. ആ പിടി വിടല്ലേ. ദേ, താഴേക്ക് വരുന്നു, പിടിയടാ. അയ്യോ, തൊട്ടാൽ കുഴപ്പമാ. എടാ, 2 പേർ തൊട്ടാലല്ലേ കുഴപ്പം. നീ മാത്രം തൊട്ടാൽ നോ പ്രോബ്ലം. ഒരെണ്ണം കിട്ടി. മറ്റേത് ഈ വശത്താ. ഈ വശത്ത് കൊണ്ടുവന്നത് വെറുതെ അല്ല. ഹഹ, അതും കിട്ടി. ഉഗ്രം ക്യാച്ച്. ഹിഹി ഹിഹി. രണ്ടും കിട്ടി. വലത് കൈ കുന്തം വലിച്ചെടുത്ത്, ഇടത് കൈയിൽ ഒറ്റ കുത്ത്. അമ്മോ. ഹഹ, ലുട്ടാപ്പി ബോധം കിട്ടും. പക്ഷേ കൈകൾ വഴക്ക് നിർത്തിയിട്ടില്ല. എന്നാലും ആ പെട്ടി എങ്ങനെ തുറന്നു, മോതിരം എങ്ങനെ പറന്നു? എല്ലാം മായാവിയുടെ വിദ്യയാണെന്ന് കുട്ടൂസിന് മനസ്സിലായില്ല. ഹഹ. മടങ്ങുന്ന വഴി മായാവി ഒരു കാഴ്ച കണ്ടു. വഴക്കടിക്കുന്ന 2 തെങ്ങുകൾ. ഹഹ, മോതിരങ്ങൾ എവിടെയാണ് വീണതെന്ന് ഇപ്പൊ പിടികിട്ടി.